ഞാൻ ശ്രീ ജേക്കബ് ജോർജിൻ്റെ ഒരു അഭിപ്രായവും കൂടി ഇക്കാര്യത്തിലുണ്ട്. അഭിപ്രായത്തിനപ്പുറത്തേക്കുള്ള ശക്തമായ പ്രതിഷേധം തന്നെയാണ്. അങ്ങേയറ്റം അപലപനീയമായൊരു സമീപനമാണ് ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായത്. അതിനിടയിൽ ഈ വിഷയം കൂടി കടന്നു വന്നതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസമാണ് റോഷി പാൽ എന്ന മാധ്യമപ്രവർത്തകന് നേരെ ഇതുപോലെ തന്നെ നിസാർ കുമ്പിള എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഐഡിയിൽ നിന്ന് കൈപ്പാങ്, ഞാനതൊന്ന് നോക്കുകയായിരുന്നു, കൈപ്പാങ്ങിന് കിട്ടിയാൽ തീർത്തേക്കണം കൊങ്ങികളെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത്. അതേ തുടർന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ കൊടുത്ത പരാതി പ്രസിദ്ധീകരണത്തിന് കൊടുത്ത പ്രതിഷേധക്കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും സൈബർ അക്രമവും കൊലവിളിയും അതീവ ഗൗരവമുള്ളതാണ്. നിസാർ കുമ്പിള എന്നയാളുടെ ഫേസ്ബുക്ക് പേജ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. പിന്നീട് അത് പരാതിയും കാര്യങ്ങളുമായി പോയി. പക്ഷേ ഇപ്പോൾ ഇത്തരം സൈബർ ഇടങ്ങളിൽ നിന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നും അപ്പുറത്തേക്ക് പോയി ഈ പറഞ്ഞ തീർത്തേക്കണം എന്നതിൻ്റെ മറ്റൊരു വേർഷനാണ് ഇന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞത്. ഒരുത്തനെയും വെറുതെ വിടില്ല എന്ന് പറയുന്നത് ഒരു സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് ഇന്ന് കേൾക്കേണ്ടി വന്നിരിക്കുകയാണ് BJPയുടെ ഭാഗത്ത് നിന്ന്. ഈ നിലയിലേക്ക് സമീപനം മാറുന്നു. മുമ്പ് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ജേക്കബ് ജോർജിന് അറിയാം, പ്രചാരണ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട പാലക്കാട്ടെ BJPയുമായി ബന്ധപ്പെട്ട അവിടുത്തെ കൗൺസിലർമാരുടെ അല്ലെങ്കിൽ പ്രവർത്തകരുടെയൊക്കെ ഭിന്ന നിലപാടുകൾ, അതൃപ്തി, ഇതൊക്കെ വാർത്തകളായി വന്നിരുന്നു. അന്നൊക്കെ ക്ഷമയോടെ അത് കേൾക്കുന്നു എന്ന നില ഭാവിച്ച ഒരു നേതൃത്വം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്, അതല്ലേ ഇപ്പോൾ നിജേഷ് പറഞ്ഞ ഏറ്റവും രസകരമായ കാര്യം, ഇതൊന്നും അതിശയോക്തിപരമായിരുന്നില്ല, ഇത് വെറുതെ കെട്ടിച്ചമച്ചതല്ല. കാരണം അവിടെ ചെയർപേഴ്സൺ തന്നെ പറഞ്ഞു, ശിവരാജൻ പറഞ്ഞു, ഓരോന്നും ഇങ്ങനെ സത്യം പോലെ വെളിപ്പെടുകയാണ്. ഒടുവിൽ സുരേന്ദ്രൻ തന്നെ വാർത്താ സമ്മേളനം നടത്തി പലതും സംഘടനയ്ക്കകത്ത് എങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു എന്നൊക്കെ വിശദീകരിക്കേണ്ടതായി. അപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ കേട്ടിട്ടേ ഇല്ല. BJPയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഈ വിശദീകരണം സുരേന്ദ്രൻ നടത്തേണ്ടിയും വന്നു. എന്നിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ 3-4 ദിവസമായി പാർട്ടിയെ അങ്ങ് ഇല്ലാതാക്കി കളയാൻ മാധ്യമപ്രവർത്തകർ ശ്രമിക്കുന്നു എന്ന രീതിയിൽ, ഏറ്റവും ഹീനമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ പ്രതികരണം ഉണ്ടായത്. അപ്പോൾ ഇത് അവസാനിപ്പിക്കേണ്ട, ഇത് ഒട്ടും അംഗീകരിക്കാൻ പാടില്ലാത്ത, ഇത് തിരുത്തേണ്ടതായിട്ടുള്ള ഒരു രാഷ്ട്രീയ രീതിയാണോ, നേതാക്കന്മാർക്ക് ചേർന്നതാണോ ഈ ശൈലി? ഒരിക്കലും അല്ല ശരത്ത്. കാരണം ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്, നിന്ദ്യമാണ്, നീചമാണ്. മാധ്യമപ്രവർത്തനം നമുക്കറിയാമല്ലോ, 4-ാം തൂൺ എന്ന് രാഷ്ട്രീയ കക്ഷികൾ, രാഷ്ട്രീയ നേതൃത്വങ്ങൾ തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗമാണ്. അവർക്കെതിരെ ഒരു പ്രധാന രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇത്ര നീചമായിട്ട് തരംതാണ തരത്തിൽ ഒരു ഭീഷണി, ആ ഭീഷണിയുടെ സ്വരവും രീതിയും വാക്കുകളും ഒക്കെയും നിന്ദ്യമാണ്. ഞാൻ വർഷങ്ങളോളം തിരുവനന്തപുരത്തും സംസ്ഥാന തലത്തിലും പത്രപ്രവർത്തക യൂണിയൻ്റെ പ്രധാന ഭാരവാഹിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളയാളാണ്. നമുക്ക് പല പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. പത്രപ്രവർത്തകർ തല്ലുകൊണ്ടിട്ടുണ്ട്, ഭീഷണി നേരിട്ടിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. ഞങ്ങൾ പ്രതിഷേധം നടത്തിയിട്ടുണ്ട്, അതിനൊന്നും സംശയമൊന്നുമില്ല. പക്ഷേ ഇത്ര നീചമായിട്ട്, ഇത്ര ഭീകരമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. ഒരു നേതാവ് പരസ്യമായിട്ട് നാട്ടുകാരുടെ മുമ്പിൽ ലോകം മുഴുക്കുകയും കാണിക്കെ ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇതുപോലെയുള്ള വാക്കുകൾ, ഇതുപോലെയുള്ള ഭീഷണികൾ പറയുക എന്ന് പറയുന്നത് ഒരിക്കലും കേരളത്തിലെ ജനത അംഗീകരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിലെ ജനതയ്ക്ക് അതിൻ്റേതായ വളർച്ചയുണ്ട്, പ്രൗഢിയുണ്ട്. തീർച്ചയായിട്ടും കേസുണ്ട്. ഇപ്പം ഞാൻ പറയാമല്ലോ, നമ്മളൊക്കെ ഈ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ അധ്യക്ഷ നടത്തിയ പത്രസമ്മേളനം കണ്ടതാണ്. അവർ പറഞ്ഞത് ലൈവായിട്ട് ചാനൽ കൊടുത്തു. അതിനകത്തൊന്നും ഒരു വാക്ക് കൂട്ടിച്ചേർത്തില്ല, ഒരു വാക്ക് കുറച്ചുമില്ല. ആ പ്രമീള എന്ന് പറയുന്ന അധ്യക്ഷ അന്ന് പറഞ്ഞത് 41 കൗൺസിലർമാർ, BJPയുടെ 41 കൗൺസിലർമാരൊക്കെയും ഇതേ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. ഇതിന് കാരണം, പരാജയത്തിന് കാരണം സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനാണ് എന്ന് വ്യക്തമാക്കി പറയുന്നുമുണ്ട് അവർ. ഇത് പത്രങ്ങൾ കൊടുക്കല്ലാതെ എന്താ? അത് വാർത്തയല്ലേ? അത് ഏത് പാർട്ടി, ഏത് വാർത്താ മാധ്യമവും കൊടുക്കും, സംശയമില്ല. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിനെങ്ങനെ ഈ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നൊക്കെ ഞാനും കേട്ടിട്ടേ ഉള്ളൂ. ജേക്കബ് ജോർജ്, ഞാനും അതാണ് ആലോചിച്ചത്. അതായത് K സുരേന്ദ്രനോട് യഥാർത്ഥത്തിൽ പാലക്കാട്ടെ ഒരു വിഭാഗം പ്രവർത്തകർ, അതിപ്പോൾ ചെയർപേഴ്സൺ ആവട്ടെ, ശിവരാജനാകട്ടെ, ഇവരാണ് അന്ന് ചോദിച്ചത്. അതായത് നഗരസഭയ്ക്ക് ഏതാണ്ട് വലിയ കുഴപ്പം പറ്റിയെന്ന നിലയിലേക്ക് അതെല്ലാം കൂടെ നഗരസഭയിലോട്ട് ചാരാൻ നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങാടിയിൽ തോറ്റേൻ അമ്മയോട് എന്ന മട്ടിൽ വരണ്ട എന്ന് പറഞ്ഞ പോലെ കേരളത്തിനാകെയും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനും സുരേന്ദ്രനോട് പറയേണ്ടി വരികയാണ്, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന മട്ടിൽ മാധ്യമപ്രവർത്തകരുടെ നേരെ ഏതായാലും തൽക്കാലം വരണ്ട എന്ന് മനസ്സിലാക്കിയാൽ നല്ലത്.
അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിനും ആ പാർട്ടിക്കും അത് ഗുണം ചെയ്തേക്കാം, അങ്ങനെ മനസ്സിലാക്കിയാൽ. ഇല്ലെങ്കിൽ പിന്നെ സ്വയം സഹിച്ചുകൊള്ളുക എന്നുള്ളതേ ഉള്ളൂ. അത് ജയവും തോൽവിയും ഒക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയൊക്കെ വരും. കേരളത്തിലെ എല്ലാ പാർട്ടികളിലും ജയവും തോൽവിയും ഒരുപോലെ കണ്ടിട്ടുള്ള പാർട്ടികളാണ് കേരളത്തിൽ ഭരിക്കുന്നതും പ്രതിപക്ഷത്തിരിക്കുന്നതും. പക്ഷേ ഇതുപോലൊരു പ്രതികരണം പത്രപ്രവർത്തകരെ, മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യുമെന്നൊക്കെ പറയുന്നത് ഒന്നാമത് അത് അവഗണിച്ച് കളയേണ്ടതാണ്. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്, ഒരു മറുവശം കൂടിയുണ്ട്. അത് കേട്ടുകൊണ്ടിരുന്ന മാധ്യമപ്രവർത്തകർ എന്ത് സമചിത്തതയോടെയാണ് ശരത്തെ പ്രവർത്തിച്ചെന്ന് നോക്കിക്കേ. എന്ത് മാന്യമായിട്ട് ഇടപെട്ടു, അനാവശ്യമായിട്ട് ഒരു വാക്കും പറഞ്ഞില്ലല്ലോ. അതാണ് മാധ്യമപ്രവർത്തകരുടെ പ്രൊഫഷണലിസം. അവരങ്ങേറ്റം പ്രൊഫഷണലായിട്ട് കൈകാര്യം ചെയ്തു. ഒരു അനാവശ്യ വാക്കും പറഞ്ഞില്ല. ശരി, അതാണ് മാധ്യമപ്രവർത്തകരുടെ സ്വഭാവം, രീതി, സംസ്കാരം. ഇത് സുരേന്ദ്രനല്ല, എല്ലാ രാഷ്ട്രീയ നേതാക്കളും മനസ്സിലാക്കേണ്ട കാര്യം കൂടിയാണ് ശരത്. ശരി.